ഗായ്സ്, അപ്പോൾ ഈ ഒരു കിറ്റിലെ സാധനം എങ്ങനെ വീട്ടിലുണ്ടാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. ഗോതമ്പ് പൊടി കൊണ്ടാണ് ഉണ്ടാക്കിയെടുത്തത്. അപ്പോൾ നമുക്ക് ആവശ്യത്തിലുള്ള ഗോതമ്പ് പൊടി നമ്മൾ എടുക്കുക. എന്നിട്ട് അതിലോട്ട് കുറച്ച് ഉപ്പും വെളിച്ചെണ്ണയും ചേർത്തിട്ട് നല്ലോണം അങ്ങോട്ട് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം വെള്ളം ഒഴിച്ച് നല്ലോണം അങ്ങോട്ട് കുഴച്ചെടുക്കാം. ചപ്പാത്തി കുഴക്കുന്ന പോലെ ഇതുപോലെ കിട്ടും. പിന്നെ അതിന് ശേഷം നമുക്ക് ഇതിൻ്റെ ഉള്ളിലത്തെ ഫില്ലിങ്സ് ഉണ്ടാക്കാം. അതിന് ആവശ്യത്തിലുള്ള ഉള്ളിയും മുളകും മുറിച്ചെടുക്കാം. ഇനി നമ്മൾ ഒരു പാൻ എടുത്തിട്ട് അതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ജീരകം ഇട്ട് ഉള്ളിയിട്ട് മുളകും ഇട്ട് നല്ലോണം കൊണ്ട് വഴറ്റിയെടുക്കുക. ഇനി നമ്മുടെ മസാലകളൊക്കെ ഇടണം. ഞാൻ കണ്ട മസാലകളൊക്കെ ഇട്ടിട്ടുണ്ട്. ഞാൻ മുളക് പൊടി ഇട്ടു, മഞ്ഞൾപ്പൊടി ഇട്ടു, ചിക്കൻ മസാല ഇടാം. പിന്നെ ഞാൻ ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട് നൂഡിൽസിൻ്റെ മസാലയും കൂടി ഇടുന്നുണ്ട്. ഇനി നമ്മുടെ മുട്ട പൊട്ടിച്ചിടണം. അപ്പോൾ മുട്ടയ്ക്ക് പകരം നമുക്ക് വേണമെങ്കിൽ ഈ ഉരുളക്കിഴങ്ങൊക്കെ വേവിച്ചിട്ട് ഇടാവുന്നതാണ്. അപ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ മുട്ട ഇപ്പോൾ തന്നെ കാണാൻ അങ്ങനെ അടിയിൽ പറ്റുന്നുണ്ട്. അപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫാക്കിയിട്ടാണ് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്തത്. അപ്പോൾ നമ്മളിതിൽ ഉപ്പിടാൻ മറന്നത്, ഞാൻ നേരത്തെ ഉപ്പിടാൻ മറന്നു. അപ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഉപ്പില്ലാത്തത് അറിയാലോ. ഇത് ഞാൻ അവസാനമാണ് ഉപ്പിട്ട് കൊടുത്തത്. ഇനി നമ്മുടെ ആ ഒരു മാവിലേക്ക് ആ ഫില്ലിങ്സ് നിറച്ചെടുക്കുക. അപ്പോൾ ഞാൻ ഇതുപോലെ ഒന്ന് കുഴിയാക്കിയിട്ട് എടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഈ ഒരു മാവിന് കട്ടിയാവാൻ പാടില്ല. അപ്പോൾ ഞാൻ ആക്കിയപ്പോൾ കുറച്ച് കട്ടിയായി പോയി. അപ്പോൾ ആ ഒരു ഫില്ലിങ്സിൻ്റെ ടേസ്റ്റ് കിട്ടില്ല. അല്ലെങ്കിൽ നമ്മൾ ഈ ഫില്ലിങ്സ് കുറച്ചും കൂടി ആക്കണം. ഞാനിപ്പോൾ മുട്ട ഇട്ടുകൊണ്ടാണ് കുറച്ചേ ഉള്ളൂ. നമ്മൾ ചിക്കനോ അല്ലെങ്കിൽ ഉരുളക്കിഴങ്ങോ അങ്ങനെ എന്തും ആക്കാം നമുക്ക് ഫില്ലിങ്സ് ആയിട്ട്. ഇനി നമുക്ക് അങ്ങോട്ട് നല്ലോണം ചൂടാക്കി എടുക്കാം. അപ്പോൾ നമ്മൾ ചൂടാക്കുമ്പോൾ കുറച്ചും കൂടി വെളിച്ചെണ്ണ ഒഴിക്കണം. നേരത്തെ പാനിൽ തന്നെയാണ്. അപ്പോൾ ആ ഒരു ടേസ്റ്റും കൂടി കിട്ടും. ഞാൻ ഇപ്പോഴാണ് ഉപ്പൊക്കെ വിതറി കൊടുത്തത്. എന്തോ നോക്കിയതാണ്. നമ്മൾ ആ സൈഡൊക്കെ അങ്ങോട്ട് ചൂടാക്കി എടുക്കണം. ഇപ്പോൾ ഉള്ളി നല്ലോണം വേവണം, അല്ലെങ്കിൽ നമ്മൾ അതിൻ്റെ ടേസ്റ്റ് കിട്ടില്ല. ഇപ്പോൾ ഇതാ നമ്മുടെ സാധനം ഇവിടെ സെറ്റായിട്ടുണ്ട്. ഒരു കട്ട്ലേറ്റൊക്കെ പോലെയാണ്. നമുക്കിത് ഏത് ഷേപ്പിലാക്കാം. ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടാണ് നമുക്ക് നല്ല നീളത്തിലൊക്കെ റൗണ്ടിൽ നല്ല തിന്നായിട്ടാക്കാൻ പറ്റുന്നതാണ്. തിന്നായിട്ടാക്കുമ്പോൾ കുറച്ചും കൂടി ടേസ്റ്റ് കിട്ടും. നല്ല അടിപൊളി സാധനമാണ്. ഇപ്പം തന്നെ അടിപൊളിയാണ്. നമ്മൾ ഉള്ളിലത്തെ ഫില്ലിങ്സും കുറച്ചും കൂടുതലുണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും. എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്തൊക്കെ ഇതുപോലത്തെ കൂടുതൽ വീഡിയോസ് വേണമെങ്കിൽ നമ്മുടെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാൻ